പുതിയ മാർഗരേഖയനുസരിച്ച് തൊഴിലാളിയുടെ ഒരു ദിവസത്തെ പരമാവധി പ്രവൃത്തി സമയം 8 മണിക്കൂറും ആഴ്ചയിൽ 48 മണിക്കൂറുമാണ്. ഒഴിവു ദിവസങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നാൽ ശമ്പളത്തിന്റെ 150% കുറയാതെ വേതനം നൽകുകയും പകരം മറ്റൊരു ദിവസം അവധി നൽകുകയും വേണം. രാജ്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും കമ്പനികൾ പ്രതിമാസ ശമ്പളം നൽകേണ്ടത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. വാഗ്ദാനം ചെയ്ത ശമ്പളത്തിൽ കുറവ് വരുത്തുന്നില്ലെന്നും കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താനാണിത്. 5 വർഷത്തിൽ കുറഞ്ഞ കാലം സേവനം നടത്തിയ തൊഴിലാളികൾക്ക് 3 ആഴ്ചയും അതിനു മുകളിൽ സേവനമനുഷ്ഠിച്ചവർക്ക് 4 ആഴ്ചയും ശമ്പളത്തോടുകൂടിയ വാർഷിക അവധി നൽകണം. ഒരു വർഷമെങ്കിലും സേവനം നടത്തിയ തൊഴിലാളികൾ പിരിഞ്ഞു പോകുമ്പോൾ ഖത്തർ തൊഴിൽ നിയമം അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്നും മാർഗരേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് താമസ സൗകര്യമൊരുക്കുമ്പോൾ ഒരു മുറിയിൽ 4-ലധികം ബെഡുകൾ പാടില്ലെന്നും ഷെയറിംഗ് ബെഡുകളും ഡബിൾ ഡെക്കർ ബെഡുകളും അനുവദിക്കില്ലെന്നും മാർഗരേഖ നിർദ്ദേശിക്കുന്നുണ്ട്. തൊഴിലാളികളുടെ റിക്രൂട്ടിംഗിലും കർശന നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. നിബന്ധനകൾ ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ കരാർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് മാർഗരേഖ അവസാനിക്കുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ.